ഡോക്ടറെ, ഞാൻ എന്നും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു റിസൾട്ടും കിട്ടുന്നില്ല. പുറത്ത് പോയി വരുമ്പോൾ മുഖമൊക്കെ മൊത്തത്തിൽ കരുവാളിച്ചിട്ടാണ്. ഇങ്ങനെ പലരും നമ്മളോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ പലരും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണിത്. എന്തായിരിക്കാം അതിന് കാരണം? ആദ്യമായി യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. ഒരു 2 ഫിംഗർ റൂളെങ്കിലും മിനിമം കൈയുടെ 2 വിരലെടുക്കുക, ഫേസിൽ ഓൾ ഓവർ അപ്ലൈ ചെയ്ത് വെക്കുക. നമ്മൾ സാധാരണ ഒരു ഡേ ക്രീമോ നൈറ്റ് ക്രീമോ യൂസ് ചെയ്യുന്ന പോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ ഡോട്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് സൺസ്ക്രീൻ റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. സോ ഈ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. ആൻഡ് അപ്ലൈ ചെയ്യുന്നത് കൃത്യമാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നന്നായിട്ട് വെയിൽ കൊള്ളുന്ന അല്ലെങ്കിൽ പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 2 മുതൽ 3 മണിക്കൂറിന് ശേഷം സൺസ്ക്രീൻ ഒന്നും കൂടി അപ്ലൈ ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മുഖം വാഷ് ചെയ്തിട്ട് ആ നനവിൽ തന്നെ ചിലർ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കാണാറുണ്ട്. അങ്ങനെ വരുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ വലിയ റിസൾട്ട് കിട്ടണമെന്നില്ല. പിന്നെ മറ്റൊരു തെറ്റാണ്, ചിലർ മോയ്സ്ചറൈസറിലും ഫൗണ്ടേഷനിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? സൺസ്ക്രീൻ അവിടെ ഡൈല്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സൺ പ്രൊട്ടക്ഷൻ കുറയാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പുറത്ത് പോകുന്നതിന് 15 അല്ലെങ്കിൽ 20 മിനിറ്റിന് മുന്നേ എങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഉറപ്പായും അപ്ലൈ ചെയ്തിരിക്കണം. അപ്ലൈ ചെയ്ത പോലെ ഓടി ഇറങ്ങി പുറത്തേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് ഈ മേൽപ്പറഞ്ഞ എഫക്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് മുഖം കരുവാളിച്ച് തന്നെയാണ് ഇരിക്കുന്നത്, വലിയ റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ്, എന്ത് തരം സൺസ്ക്രീനാണ് നിങ്ങൾക്ക് യോജിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് സൺസ്ക്രീൻ എന്ന് കോമെൻറ്റ് ചെയ്യുക.